നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രൂപേഷേട്ടന് മുറുക്ക് വേണോ? എന്നാ കഴിക്ക്. വേണ്ട. ഓക്കെ. പെട്ടെന്ന് വാങ്ങിയാൽ ശരിയാവില്ല. കൊതി കൊണ്ട് പിണക്കം മാറ്റിയതാന്ന് കരുതും. ഒന്നുകൂടെ വിളിക്കട്ടെ, അപ്പ കഴിക്കാം. ഹലോ മീര, ഞാൻ വെറുതെ വിളിച്ചതാ. ഞാനേ ഇവിടെ മുറുക്ക് തിന്നോണ്ടിരുന്നപ്പോ നിന്നെ ഓർമ്മ വന്നു. അതെ മീരെ, നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പർ ടേസ്റ്റ് ഉള്ള മുറുക്ക്. മുത്തശ്ശി കൊണ്ടുവന്നതാ നാട്ടീന്ന്. മുത്തശ്ശിയുടെ കൈപുണ്യം നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാ. സമ്മതിക്കണം. നല്ല അരിമാവും ഉഴുന്നുമാവും പാകത്തിന് ചേർത്ത് ഇളക്കി ഉണ്ടാക്കിയതാ. ഇല്ലടി, ഇനി കുറച്ചേ ബാക്കിയുള്ളൂ. അത് ഞാൻ ആർക്കും കൊടുക്കില്ല, എനിക്ക് തന്നെ വേണം. എന്റെ രുചി നാവിന്ന് പോന്നില്ല. ഞാനേ പിന്നെ വിളിക്കാവേ. ഗുഡ് നൈറ്റ്. ഈ പാത്രത്തിൽ വെച്ചിരുന്ന ബാക്കി മുറുക്കവിടെ? ആ കള്ള പൂച്ചയായിരിക്കും എന്റെ മുറുക്ക് കട്ടത്. എന്റെ ഈശ്വര, കഷ്ടമായി പോയല്ലോ എന്റെ മുറുക്ക്. ഹലോ മീര, ഒരു സംഭവം നടന്നു. ഞാൻ നിന്നോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബാക്കിയുള്ള മുറുക്കെ ആരോ കട്ടോണ്ടുപോയി. വേറെ ആരാ? ആ കള്ള പൂച്ച തന്നെയാ. അതെടി, ആ പൂച്ചയുടെ മുഖം കണ്ടാലേ അറിയാം. കൊള്ള ലക്ഷണമാ അതിന്. നീ നോക്കിക്കോ, എന്റെ മുറുക്ക് കട്ടോണ്ട് പോയ ആ കള്ള പൂച്ചയെ
ഞാൻ കയ്യോടെ പിടിക്കും. അന്നതിന് പൂരമായിരിക്കും. ആ ശരി, അപ്പൊ ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. എന്നാലും ആ മുറുക്ക് എവിടെ പോയി? കട്ടായല്ലോ. ആരാ എതിയേട്ട ഫോണില്? അറിയില്ല. എതിയേട്ടൻ കുളിക്കാൻ കയറിയ സമയത്ത് ഇതുപോലെ 2 വട്ടം കോള് വന്ന് കട്ടായി പോയി. ആരായാലും ആവശ്യക്കാരാണെങ്കിൽ വീണ്ടും വിളിച്ചോളൂ. പക്ഷേ ഈ ശബ്ദമൊന്ന് കേൾക്കാൻ വേണ്ടി വിളിക്കുന്നവരാണെങ്കിൽ പിന്നെ വിളിക്കണമെന്നില്ലല്ലോ. അതെ, എനിക്ക് 25 പ്രായം. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ വന്നതിന് ശേഷമേ പ്രായവും കാലമൊന്നും ഇല്ല. ഇത് കുടിക്ക്. ഇതെന്താ ഇന്ന് ഈ പാലൊക്കെ? ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ. അല്ല, മൊത്തത്തിലൊരു പൈങ്കിളി സെറ്റപ്പ് ആണല്ലോ. അതോ ഞാൻ മദ്യപിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള പരീക്ഷണമാണോ? അതാണെങ്കിൽ വേണ്ട. പരീക്ഷണോ നിരീക്ഷണമൊന്നും അല്ല. അതെല്ലാം നടത്തുന്ന ദർശനയല്ലേ, വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർപേഴ്സൺ. എന്തായി കമ്പനിയുടെ അന്വേഷണങ്ങളൊക്കെ? അന്ന് ഇഡി വന്നതുപോലെ CBI അന്വേഷിച്ചു വരുമോ നമ്മളെയൊക്കെ? വരട്ടെ, CBIയോ കമ്മീഷനോ ആര് വേണമെങ്കിലും വരട്ടെ. അല്ലെങ്കിലും കമ്പനിയിൽ ചില അന്വേഷണങ്ങളൊക്കെ നല്ലതാ. എതിയേട്ടി ഇത് പറഞ്ഞപ്പോ അന്ന് ഞാൻ എതിർത്തതാ. നമ്മുടെ കൈകളും ശുദ്ധമല്ല എന്നുള്ള കാര്യം എതിയേട്ട മറക്കണ്ട. എതിയേട്ടാ, ഇപ്പൊ ഇവിടെ മൈഥിലി മുത്തശ്ശി ഉണ്ടല്ലോ, നിങ്ങളുടെ തറവാട്ടിലെ അവസാന വാക്കല്ലേ മുത്തശ്ശിയുടേത്? അതിന് മുത്തശ്ശിയോട് പറഞ്ഞേ ആ വിൽപ്പത്രം ക്യാൻസൽ ചെയ്യിക്കണം. രഞ്ജിനി, നീ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. മുത്തശ്ശിയോട് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പല പ്രാവശ്യം സംസാരിച്ചതാ. മുത്തശ്ശി പിടിതരുന്നില്ല. ഒരുപക്ഷെ മുത്തശ്ശിയും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ആദ്യം ആ മണിയപ്പനെ ഒന്ന് കസ്റ്റഡി പിടിക്കട്ടെ. ഹലോ ഹലോ പറഞ്ഞോ. എന്തിനാ എന്റെ പുറത്ത് കൈ വയ്ക്കുന്ന? ഇഷ്ടമാണെങ്കിൽ മുറുക്ക കെട്ടിപ്പിടിച്ചോ. കെട്ടിപ്പിടിക്കേ. കെട്ടിപ്പിടിച്ചാലോ?